വിദേശികളുടെ കളഞ്ഞുകിട്ടിയ മൊബൈൽ ഫോൺ ഉടമയ്ക്ക് തിരികെ നൽകി മാതൃകയായി റപ്പേൽ ചേട്ടൻ. തേക്കടിയിൽ നിന്നും കുമരകത്തേക്കുള്ള യാത്രാമധ്യേ മുണ്ടക്കയത്ത് വെച്ച് ഫ്രാൻസ് സ്വദേശികളുടെ വിലപ്പെട്ട യാത്രാരേഖകൾ അടങ്ങുന്ന മൊബൈൽ ഫോൺ തിരികെ നൽകിയാണ് നാടിന് തന്നെ റപ്പേൽ ചേട്ടൻ മാതൃകയായത്. ഫ്രാൻസ് സ്വദേശികളായ റോട്രിക്സും കുടുംബവും തേക്കടിയിൽ നിന്നും കുമരകത്തേക്കുള്ള യാത്രാമധ്യേ കടയിൽ കയറുന്നതിനായിട്ടാണ് മുണ്ടക്കയം ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ ദേശീയപാതയോരത്ത് വാഹനം നിർത്തിയത്. വാഹനത്തിൽ നിന്നും റോട്രിക്സ് ഇറങ്ങുന്നതിനിടെ പോക്കറ്റിൽ നിന്നും മൊബൈൽ ഫോൺ റോഡിൽ വീണു. ഫോൺ നഷ്ടമായത് അറിയാതെ ഇവർ യാത്ര തുടർന്നു. ഇതിനിടയിൽ ബാങ്കിൽ പോയി തിരികെ വരികയായിരുന്ന മുരിക്കുംവയൽ പ്ലാക്കപ്പടി മാളിയക്കൽ റപ്പേലിന് റോഡിൽ കിടന്ന മൊബൈൽ ഫോൺ കിട്ടുകയായിരുന്നു. റപ്പേൽ റോഡിൽ കിടന്ന മൊബൈൽ ഫോൺ എടുത്ത് മുന്നോട്ട് നീങ്ങുന്നതിനിടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ട വിവരമറിഞ്ഞ് വിദേശികൾ തിരികെ എത്തി. വാഹനം നിർത്തിയ സ്ഥലത്ത് ഫോണില്ലെന്ന് കണ്ടതോടെ വിദേശ സംഘം സഞ്ചരിച്ചിരുന്ന ടാക്സി വാഹനത്തിന്റെ ഡ്രൈവർ സുരേഷ് സമീപത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ CCTV ക്യാമറകൾ പരിശോധിക്കുവാൻ തീരുമാനിച്ചു. തുടർന്ന് സമീപത്തുള്ള ഫെസ്റ്റൂൺ ഓഫീസിലെത്തി. ക്യാമറ പരിശോധിച്ചപ്പോൾ നിലത്ത് കിടക്കുന്ന മൊബൈൽ ഫോൺ ഒരാൾ എടുത്തുകൊണ്ട് പോകുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി. തങ്ങളുടെ എല്ലാ രേഖകളും അടങ്ങിയ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടത് വിദേശ സംഘത്തിന്റെ ദുഃഖം താങ്ങാവുന്നതിനും അപ്പുറമായി. യാത്രാരേഖകളും മറ്റ് വിലപ്പെട്ട ഡോക്യുമെന്റ്സും എല്ലാം ഈ ഫോണിലാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് മറ്റ് സ്ഥലങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുവാൻ തുടങ്ങുന്നതിന് ഇടയിൽ മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ അനൗൺസ്മെന്റ് നടത്തുന്ന ഷംസുദ്ദീൻ വഴിയിൽ കിടന്ന ഒരു മൊബൈൽ ഫോൺ റാഫേൽ എന്നയൊരാൾ ഏൽപ്പിച്ചിട്ടുള്ള വിവരം ഫെസ്റ്റൂൺ ന്യൂസിന്റെ ഓഫീസിൽ അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഫ്രാൻസ് സ്വദേശികൾ നേരിട്ട് മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ എത്തുകയും ഷംസുദ്ദീന്റെ സാന്നിധ്യത്തിൽ വിദേശ വിനോദസഞ്ചാരികൾക്ക് റപ്പേൽ ചേട്ടൻ മൊബൈൽ ഫോൺ തിരികെ നൽകുകയായിരുന്നു. ആരുടെയോ കയ്യിൽ നിന്ന് ഫോൺ നഷ്ടപ്പെട്ടതാണെന്നും മനസ്സിലായെന്നും ഉടമയ്ക്ക് തിരികെ ലഭിക്കുവാൻ ഏറ്റവും നല്ലത് ബസ് സ്റ്റാൻഡിൽ അനൗൺസ് ചെയ്യുന്ന ആളുടെ കയ്യിൽ കൊടുക്കുകയാണെന്ന് തോന്നിയെന്നും അതുകൊണ്ടാണ് ഷംസുദ്ദീന്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഏൽപ്പിച്ചതെന്നും കർഷകനായ റപ്പേൽ പറഞ്ഞു. ഞാൻ ഫെഡറൽ ബാങ്കിൽ പോയി പൈസ എടുത്ത് വെച്ച് വരുന്ന വഴിക്ക് കാറിൻ്റെ അടുത്ത് കൂടെ വന്നപ്പോൾ കാറിൻ്റെ മുമ്പ് വശത്തായിട്ട് അവർ വണ്ടി വിട്ടുപോയ മുമ്പ് വണ്ടിയുടെ സൈഡിൽ തന്നെ അവിടെ തന്നെ മൊബൈൽ കിടക്കുന്നുണ്ട്. അപ്പം നോക്കുമ്പോൾ അതിനടുത്ത് ആരെയും കാണുന്നില്ല. ഒരു പയ്യൻ വന്നു അതിൻ്റെ ഇടയ്ക്ക്. അവൻ വന്ന് അവനെ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ പിന്നെ കുഞ്ഞാൽ എടുത്ത് ഇനി വല്ലവനും കൊണ്ടുപോയി ആർക്കും ഇടാൻ പോകുമല്ലോ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാനത് കൊണ്ടുപോയി എന്നെ വിളിച്ച് പറയുന്ന ഇവിടെ കൊണ്ട് കൊടുക്കും. വിലപ്പെട്ട രേഖകൾ അടങ്ങുന്ന ഫോൺ നഷ്ടപ്പെട്ടതോടെ യാത്ര തന്നെ പ്രതിസന്ധിയിൽ ആയേനെയെന്നും റപ്പേലിന്റെ നല്ല മനസ്സിനും സഹായിച്ചവർക്കും നന്ദിയുണ്ടെന്നും വിദേശ വിനോദസഞ്ചാരികൾ പറഞ്ഞു. So my phone dropped from the car when I closed it. Then we just went down the road and I felt like my pockets were empty, so we went back and then it wasn't there anymore. I tried to speak to everyone and finally some guys helped us and we found the guy that found the phone and then a good story. ഇവിടെ മുണ്ടക്കയത്ത് വന്നാൽ ഞങ്ങൾ തേക്കടിയിൽ നിന്ന് കുമരകത്തേക്കുള്ള വണ്ടവേലാണ്. അപ്പോൾ മുണ്ടക്കയത്ത് വന്ന് ഇവർക്കൊന്ന് കടയിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ സൈഡ് നിർത്തി അവർ പുറത്ത് പോയി തിരിച്ചു വന്ന വഴിക്ക് മൊബൈൽ മിസ്സായി. അപ്പോൾ ഇവർ ക്യാമറ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാളെടുക്കുന്നതായിട്ട് കണ്ടു. അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ സ്റ്റാൻഡിൽ മൊബൈൽ കൊടുത്തതായിട്ട് അറിഞ്ഞു. അവിടെയുള്ള എല്ലാവരും ഞങ്ങൾക്ക് നല്ലോണം ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ സ്റ്റാൻഡിൽ പോയി അവിടെ ഫോൺ ഇവർക്ക് കണ്ടവർ ചെയ്തു. അവർ എല്ലാവർക്കും നന്ദി അറിയിക്കും. ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം.